നമസ്കാരം. SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സെറ്റ് എ സെക്ഷൻ ഇ ക്വസ്റ്റ്യൻ നമ്പർ 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളാണ് മക്കളെ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി മുൻ ക്വസ്റ്റ്യൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം എന്റെ മക്കള് ഈ വീഡിയോ കാണാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോടാ. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ അല്ല, 20ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യം എന്താണ് മക്കളെ? ഇൻ ദ പിക്ചർ AB is a chord through the point P inside the circle centered at O. What is the radius of the circle? ഈ ഒരു നമുക്ക് ഇവിടെ ഒരു ഫിഗറിൽ നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട് മക്കളെ. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ ഒരു സർക്കിളിന്റെ അവിടെ ഒരു കോഡ് തന്നിട്ടുണ്ട്. ആ ഒരു കോഡിന് P മുതൽ A വരെയുള്ള ലെങ്ത് 4 ആണെന്നും P മുതൽ B വരെയുള്ള ലെങ്ത് 1 ആണെന്നും ഓയിൽ നിന്ന് പിയിലോട്ടുള്ള ലെങ്ത് 3 സെന്റിമീറ്റർ ആണെന്നും പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി എന്താ പറയാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു കാര്യം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിയേ, ഇതാണ് നമ്മുടെ എന്താ പറയാ ഒരു സർക്കിൾ എന്ന് വിചാരിക്കുക. AB എന്ന് പറയുന്ന ഒരു കോഡ് നമ്മുടെ സർക്കിളിന് കട്ട് ചെയ്യാണ്. P എന്ന് പറയുന്ന പോയിന്റിലേക്ക് സെൻട്രലിൽ നിന്ന് ഞാനൊരു പോയിന്റിൽ നിന്ന് വരയ്ക്കുകയാണ്. സെൻട്രലിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഞാനൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യണം മക്കളെ? D എന്ന് പറഞ്ഞിട്ടും ഈ ഓയിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള പോയിന്റിന് നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യടാ? R എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം, ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോ നോക്കിയടാ, ഇവിടെ PA എന്ന് പറയുന്ന ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് എനിക്ക് 4 ആണെന്നും PB എന്ന് പറയുന്ന ലെങ്ത് 1 ആണെന്നും R അറിയത്തില്ല എനിക്ക്. R ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള എന്താ? റേഡിയസിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇതാ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ പോരടാ. ഇവിടുത്തെ D എന്ന് പറയുന്നത് എത്രയാ വരുന്നത്? D എന്ന് പറയുന്നത് ഏതാ വരുന്നത്? ഈ ലെങ്തിനെയാണ് D എന്ന് പറയുന്നത്. വെറുതെ ഞാൻ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ PA ക്ക് പകരം എനിക്ക് എന്ത് കൊണ്ട് കൊടുക്കാടാ മക്കളെ? 4 into PB ക്ക് പകരം എന്ത് കൊടുക്കാടാ മക്കളെ? 1 is equal to R square minus D ക്ക് പകരം എന്ത് കൊടുക്കാടാ മക്കളെ? എനിക്ക് 3 square എന്ന് കൊണ്ട് കൊടുക്കാം. കൊടുത്തൂടെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 into 1 എത്രയാടാ മക്കളെ വരിക? 4 is equal to R square minus 3ന്റെ സ്ക്വയർ എത്രയാടാ വരിക? 9. 3യുടെ സ്ക്വയർ എത്രയാണ് വരിക? 9 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് മാത്രമാണ് മക്കളെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ? എത്ര മാത്രമേ കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ? R സ്ക്വയർ മാത്രമല്ലേ കണ്ടുപിടിക്കണ്ടോ? അപ്പൊ R സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? R സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾറെഡി 4 അപ്പുറത്ത് എടുക്കുന്നുണ്ട്. ഈ -9 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറൂടാ മക്കളെ? +9 ആയിട്ട് മാറും. -9 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? +9 ആയിട്ട് മാറും. +9 ആയിട്ടല്ലേ മാറുക? അപ്പൊ +9 ആവുമ്പോ എന്തെന്ന് കൊണ്ട് കിട്ടൂടാ മക്കളെ? എനിക്ക് 13 എന്ന് കൊണ്ട് കിട്ടും. R സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 ആണെങ്കിൽ R ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? √13 അതല്ലേ വരിക. അപ്പൊ R-ന്റെ വാല്യൂ, റേഡിയസ് എത്രയായിരിക്കും പറയണത്? √13 ആയിരിക്കുന്നതാണാ പറയണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോടാ. ഇത്രയേ ഉള്ളൂ ചോദ്യം, ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. അതായത് ആരം എത്രയാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ആര് എത്രയാണോ മക്കളെ? √13 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഏതായിരുന്നു 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? A is the point of intersection of the circle with centered at the origin and x-axis. Circle is passes through the point C 1 calculate the area of the parallelogram OABC. അപ്പോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലേ? സർക്കിളിന്റെ സെന്റർ O ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സാക്സിസിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്? ഈ A എന്ന് പറയുന്ന പോയിന്റ് എക്സാക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുപോലെ ഇവിടെ C എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അതിന്റെ കോർഡിനേറ്റ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ എനിക്ക് എന്താ പറയാ, ഈ പറഞ്ഞ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് അറിയാമെന്ന് വിചാരിക്കണു. ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ ഇതാണ് നമ്മുടെ പാരലലോഗ്രാം എന്നുണ്ടെങ്കിൽ ഇതിന് ഞാൻ B ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സൈഡിനെയാണ് മക്കളെ ഞാൻ H ആയിട്ട് എടുക്കുക അല്ലെ? അതായത് 2 പാരലൽ സൈഡുകൾ തമ്മിലുള്ള ആ ഒരു ദൂരത്തിനെയാണ് H ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാം എനിക്ക്? ഏരിയ ഈസ് ഈക്വൽ ടു B into H ആണെന്നുള്ള കാര്യം അറിയാം. ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ B into H ആണെന്നുള്ളത് അറിയുന്ന കാര്യമാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ ബേസും അറിയണം. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന സിയിൽ നിന്ന് ഇവിടേക്ക് വരയ്ക്കുന്ന ഈ ഒരു ലൈനിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് എനിക്കറിയണം. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, എനിക്ക് ഇവിടെ അറിയാം OC എന്ന് പറയുന്നത് ഇതിന്റെ എന്താണ്? റേഡിയസ് ആണ് വരുന്നത്. OC എന്ന് പറയുന്ന റേഡിയസ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടാ?
അപ്പൊ എനിക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് അറിയാലോ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് മറ്റെന്താ പറയാ ഒറിജിനിൽ നിന്നുള്ള ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എക്സിന്റെ പ്ലേസിൽ ആരാണ് മക്കളെ എടുക്കുന്നത്? എക്സിന്റെ പ്ലേസിൽ ആരാ എടുക്കുന്നത്? 1 ഉം വൈയുടെ പ്ലേസിൽ ആരാ എടുക്കുന്നത്? 1 അല്ലേ എടുക്കുന്നത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? ഇവിടെ റൂട്ട് ഓഫ് 1 square plus 1 square is equal to എന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? റൂട്ട് ഓഫ് 1 plus 1 is equal to റൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് OC എന്ന് പറയുന്നതിന്റെ ലെങ്ത് റൂട്ട് 2 ആണെന്ന് മനസ്സിലായി. OC എന്ന് പറയുന്നതിന്റെ ലെങ്ത് റൂട്ട് 2 ആണെന്ന് മനസ്സിലായി. അപ്പൊ അതാ നോക്കിയടാ മക്കളെ, ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. OCയുടെ ലെങ്ത് റൂട്ട് 2 ആണെങ്കിൽ OA എന്ന് പറയുന്നതിന്റെ ലെങ്ത് എന്തായിരിക്കും ഇവിടെ വരിക? റൂട്ട് 2 ആയിരിക്കും വരിക. എന്താ കാരണം? അതായത് OC എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OA എന്ന് പറയുന്നതും എന്താണ് മക്കളെ? ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാലോ, ഒറിജിനലാണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത് അല്ലേ? സെന്ററിൽ നിന്ന് സി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയല്ലേ എയിലോട്ടും വരെയുള്ള ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണതല്ലേ? അപ്പൊ ഇത് റൂട്ട് 2 ആണെന്നും കിട്ടി. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ബേസ് റൂട്ട് 2 ആണെന്നും കിട്ടി. എനിക്കിനി ഹൈറ്റ് ആടാ മക്കളെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ നോക്കി ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഈ ഒരു ലെങ്ത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ മക്കളെ? ഞാൻ റൂട്ട് 2 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഈ പോയിന്റ് 1 ആണെങ്കിൽ ഇവിടെ ഈ ഒരു ലെങ്ത്, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 1 അല്ലേടാ വരിക. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഓയിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അങ്ങനെ വരുമ്പോ ഈ ഒരു ലെങ്ത് എത്രയായിരിക്കും മക്കളെ വരിക? 1 അല്ലേ വരിക. അതായത് നമ്മുടെ H is equal to എന്തെന്ന് പറഞ്ഞിട്ട് മനസ്സിലായിടാ മക്കളെ? എനിക്ക് 1 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബേസ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടിയടാ മക്കളെ? എനിക്ക് റൂട്ട് 2 ആണെന്നും H ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടിയടാ മക്കളെ? 1 ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നാ പറഞ്ഞിരുന്നത്? B into H എന്നല്ലേ പറഞ്ഞിരുന്നത്? അപ്പൊ റൂട്ട് 2 into 1 ഈസ് ഈക്വൽ ടു റൂട്ട് 2 ആണ് മക്കളെ എന്തെന്ന് പറയണത്? ഈ പറഞ്ഞ പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് റൂട്ട് 2 യൂണിറ്റ് സ്ക്വയർ ആണ് മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? പാരലലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ അടുത്ത ചോദ്യത്തിലോട്ടൊന്ന് പോയാലോടാ മക്കളെ? 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ മക്കളെ? 22ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ABCP are points on the circle in the picture with AC is equal to BC. അതായത് BC ഈ പറയുന്ന പോയിന്റുകളൊക്കെ സർക്കിളിലുള്ള പോയിന്റുകളാണ് മക്കളെ. അപ്പൊ ഇനി അടുത്തത് പറഞ്ഞിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ AC-യുടെ ലെങ്ത്തും BC-യുടെ ലെങ്ത്തും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ മക്കളെ? ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AC-യുടെ ലെങ്ത്തും BC-യുടെ ലെങ്ത്തും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ BT എന്ന് പറയുന്നത് ടാൻജന്റ് ആണ്. BT എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ബിയിലുള്ള ആ ഒരു ടാൻജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആംഗിൾസ് ആണ് മക്കളെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ ACB കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളോട് ഏതാണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ CBT. ആംഗിൾ ACB എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ വരുന്നത്? ആംഗിൾ ACB എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആംഗിൾ CBT എന്ന് പറയുമ്പോൾ ഏതാടാ? CBT എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മക്കളെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് അറിയാലോ, ഒരു സർക്കിളിന്റെ മുകളിലാണ് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 പോയിന്റും വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ചതുർഭുജങ്ങളെ അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്തെന്നാടാ പറയുക? ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നാ പറയാ. സൈക്ലിക് ക്വാഡ്രിലാറ്ററലിനെ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം എന്നാണ് മക്കളെ പറയാ. അപ്പൊ ഈ ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ എതിർക്കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. എതിർക്കോണുകളുടെ തുക എന്തായിരിക്കും മക്കളെ? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയടാ, ഈ ഒരു ആംഗിൾ 70 ആണെങ്കിൽ ഈ PACB എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജമല്ലടാ മക്കളെ വരുന്നത്. അപ്പൊ ഇതിന്റെ ആംഗിൾ എത്രയായിരിക്കും മക്കളെ വരിക? ഇതിന്റെ ആംഗിൾ എത്രയായിരിക്കും വരിക? ഈ ആംഗിൾ പിയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ വരിക? 110 ഡിഗ്രി ആയിരിക്കും വരിക. ആംഗിൾ ACB എന്ന് പറയുന്നത് അല്ലെ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ കിട്ടിയതാണ് മക്കളെ, 110 ഡിഗ്രി എന്ന് പറയുന്നതാണ്. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആംഗിൾ CBT ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആംഗിൾ CBT കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഇവിടെ ഈ ഒരു ഫിഗറിൽ നമുക്ക് ഈ ഒരു ആംഗിൾ, ഞാൻ ആംഗിൾ ACB ഓൾറെഡി എന്താന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ? 110 ആണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ?
ഇത് 110 ഡിഗ്രി ആണെന്ന് അറിയാം. ഇനി നോക്കിയടാ, ഇവിടെ എ സി എന്ന് പറയുന്ന സൈഡും ബി സി എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആണെന്നും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ ആണ് മക്കളെ? ഐസോസിലസ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ എന്താ പറയാ, സമപാർശ്വ ത്രികോണം എന്നാണ് പറയാ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? എതിർവശം, അതായത് രണ്ട് വശങ്ങൾ തുല്യാണെങ്കിൽ അതിന്റെ എതിരെ കിടക്കുന്ന രണ്ട് വശങ്ങൾ എന്തായിരിക്കും, രണ്ട് കോണുകളും എന്തായിരിക്കും, ആംഗിൾസും തുല്യമായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളുകള്, ഈ ആംഗിളും ഈ ആംഗിൾ എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കണം. ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം വരിക. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതിൽ നിന്ന് ഇത് 110 ആണെങ്കിൽ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ആംഗിൾ സം എത്രയാണെന്ന് അറിയാം എനിക്ക്, 180 ആണെന്ന് അറിയാം. അപ്പൊ 180 ഡിഗ്രി മൈനസ് 110 ഈസ് ഈക്വൽ ടു എന്തുകൊണ്ടാണ് കിട്ടുക? 110 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. അപ്പൊ 180 എന്ന് 110 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ വരിക? 70/2 35 ഡിഗ്രി എന്ന് കൊണ്ട് കിട്ടും. ഈ ആംഗിളും 35 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? 35 ഡിഗ്രി ആയിരിക്കും വരിക. ഈ രണ്ട് ആംഗിളും 35 ഡിഗ്രി ആണെന്ന് കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനാണോ? അല്ലല്ലോ, ഈ ഒരു ആംഗിൾ അല്ലടാ മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നാം നോക്കിയേ, നമ്മുടെ ഈ ഒരു ഫിഗറിൽ നോക്കുമ്പോൾ എ ബി എന്ന് പറയുന്നത് ബിയിൽ കൂടെയുള്ള ടാൻജന്റ് ആണ്. ബിയിൽ കൂടെയുള്ള ടാൻജന്റ് ആണ്. ഈ ബി എന്ന് പറയുന്ന ടാൻജന്റിന്റെ സെൻട്രൽ ആംഗിൾ ഏകദേശം എത്രയായിട്ടായിരിക്കും മക്കളെ വരിക? ഈ ബി എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ടാൻജന്റ്, ബി എന്ന് പറയുന്ന കോഡിന്റെ അല്ലെങ്കിൽ ഞാണിന്റെ സെൻട്രൽ ആംഗിൾ ഏകദേശം എത്രയായിട്ടായിരിക്കും മക്കളെ വരിക? ഇതിന്റെ ഈ കോഡിന്റെ വലിയ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 70 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും വരിക? 140 ആയിരിക്കും വരിക അല്ലേ? അപ്പൊ ഈ ആംഗിൾ എന്താണ്? സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. 70 ഡിഗ്രി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്കൊരു കാര്യം അറിയാം, ഈ കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും എന്നാ പറയുന്നത്? കോഡും ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും എന്നാ പറയുന്നത്. സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ മൊത്തം എത്രയായിരിക്കും മക്കളെ വരിക? 70 ഡിഗ്രി ആയിരിക്കും വരിക. അതായത് ഈ ഒരു മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ അതിൽ ഈ ഒരു ഭാഗം 35 ആണെങ്കിൽ ഈ ഒരു ഭാഗം എത്രയായിരിക്കും മക്കളെ വരിക? 35 അല്ലേ വരിക? 70 35 കുറച്ചാ പോരെ? അപ്പൊ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ടാൻജന്റും കോഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ ഈ കാണുന്ന ആംഗിള് ഈ കോഡിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് എന്നുള്ളത് എന്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ വളരെ രസമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് 70 ആയ കാരണം ഈ ആംഗിൾ മൊത്തം 70 ആയിരിക്കും വരിക. ഓൾറെഡി ഇത് 35 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും വരിക? CBT എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും വരിക? 35 ഡിഗ്രി ആയിരിക്കില്ലേ വരിക? അപ്പൊ അതാ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാലാണ് മക്കളെ. രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ് വരിക? 35 ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലാണ് മക്കളെ, എ ബോയ് സീസ് എ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് അറ്റ് an angle of elevation 35 degree. Walking 10 meters towards the building, he sees at an angle of elevation of 70 degree. അപ്പോ നമ്മുടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കുട്ടി ഇതാ ഞാൻ ഇവിടെ വെറുതെ റഫായിട്ട് എന്റെ മക്കൾക്ക് വെറുതെ ഒന്നൊരു ചിത്രം വരയ്ക്കുകയാണ് അല്ലെ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ മാതിരി ഇതാ നോക്കിയേ, ഇതാണ് നമ്മുടെ എന്താ പറയാ സ്ഥലം എന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ തറയാണ് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഭൂമിയാണ്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് വിചാരിക്കുക, ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് വിചാരിക്കണം മക്കളെ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഒരു കുട്ടി ഇവിടെ നിന്നിട്ട് ഈ ഒരു കുട്ടി ഇവിടെ നിന്നിട്ട് നോക്കിയാടാ മക്കളെ, ഈ ഒരു ബിൽഡിങ്ങിന്റെ ടോപ്പിലോട്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി മാൽക്കോണിലാണ് മക്കളെ കാണുന്നതെന്ന് പറഞ്ഞത്? 35 ഡിഗ്രി മാൽക്കോണിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അറിയാലോ എന്താണ് മാൽക്കോൺ എന്നുള്ള കാര്യം അറിയാലോ. മാൽക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ മുകൾ ഭാഗത്തേക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതാ നോക്കിയേ, ഞാൻ ഒരു ആള് ഇവിടെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇയാളുടെ സ്ട്രെയിറ്റ് ലൈൻ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഇയാളുടെ സ്ട്രെയിറ്റ് ലൈൻ വ്യൂ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഒരാള് ഇവിടെ നിന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് മക്കളെ ഇയാളുടെ എന്തെന്ന് പറയുന്നത്? സ്ട്രെയിറ്റ് ലൈൻ വ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിലോട്ടാണ് ആള് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെന്തെന്ന് പറയൂടാ മക്കളെ? നമ്മള് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ എന്താ പറയാ മാൽക്കോൺ എന്ന് പറയും. ഇതിന്റെ താഴേക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താ പറയാ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ എന്നാണ് പറയാ. അപ്പൊ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയാണ് മക്കളെ വരിക? 35 ഡിഗ്രി ആയിരിക്കും വരിക. അതിനുശേഷം നമ്മുടെ കുട്ടി ഒരു 10 മീറ്റർ മുന്നോട്ട് നടന്നു എന്നാണ് പറയുന്നത്. അതായത് ബിൽഡിങ്ങിന്റെ നേരെ ഒരു 10 മീറ്റർ മുന്നോട്ട് നടന്നു. 10
മീറ്റർ മുന്നോട്ട് നടന്നു എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് വരെ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് വീണ്ടും കുട്ടി ഈ ഒരു മുകൾ ഭാഗം നോക്കിയപ്പോ അല്ലെങ്കിൽ ടോപ്പ് എൻഡ് നോക്കിയപ്പോ 70 ഡിഗ്രി ആംഗിളിലാണ് കണ്ടതെന്ന് പറയുന്നത്. എത്ര ഡിഗ്രി ആംഗിളിലാണ് കണ്ടതെന്ന് പറയുന്നത്? 70 ഡിഗ്രി ആംഗിളിലാണ് കണ്ടതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കെട്ടിടത്തിന്റെ ഉയരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദാ ഈ പറഞ്ഞ ആളുടെ ഈ ഒരു സാധനത്തിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ നോക്കിയേ, ഞാനിതിപ്പോ നിങ്ങൾക്ക് ഒരു ഏകദേശം ചിത്രം വരയ്ക്കണത് എങ്ങനെയാണോ പറഞ്ഞു തന്നു. ഞാനിവിടെ ഓൾറെഡി നമ്മളിവിടെ എന്താ പറയാ, ഓൾറെഡി ഞാനിവിടെ ഒരു ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് മക്കളെ. ഇതാ കണ്ട. അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരിക? ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും വരിക? 35 ഡിഗ്രി ആയിരിക്കും വരിക. ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ വരിക? 35 ഡിഗ്രി ആയിരിക്കും വരിക. ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? 70 ഡിഗ്രി ആണ് വരിക. ഇത് രണ്ടും ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള. അതാ കണ്ട ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് അവിടെ കുട്ടി നിന്ന് നോക്കാണ്. അവൻ ഇവിടെ നിന്ന് 10 മീറ്റർ ആണ് ഇങ്ങോട്ട് നടന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയാടാ, ഞാൻ ഈ ഒരു ഭാഗത്തിന് പേര് കൊടുക്കാൻ പോവാണ്. ഇതിനെ എ എന്ന് പറഞ്ഞിട്ടും ഈ ഒരു പോയിന്റിനെ ബി എന്ന് പറഞ്ഞിട്ടും ഇതിനെ സി എന്ന് പറഞ്ഞിട്ടും ഇതിനെ ഡി എന്ന് പറഞ്ഞിട്ടും കൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും മക്കളെ വരിക? 90 ഡിഗ്രി ആയിരിക്കും വരിക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലായ്പ്പോഴും ഈ ബിൽഡിംഗ് ഒക്കെ നിൽക്കുമ്പോൾ 90 ഡിഗ്രി കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ നിൽക്കുക. അപ്പൊ ഇത് 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബിൽഡിങ്ങിന്റെ ഈ ഒരു കെട്ടിടത്തിന്റെ ഉയരാണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ നോക്കിയേ, ഞാനിവിടെ എന്താ ചെയ്യാൻ പോണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? ഇത് എന്തെന്നാ പറയുക? ഇതിനെ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നാ പറയാ. രണ്ട് ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആൾക്കാരെ ലീനിയർ പെയർ അല്ലെങ്കിൽ രേഖീയ ജോഡി എന്നാണ് പറയാ. ഇവർ രണ്ടുപേരും കൂടി കൂട്ടുമ്പോഴുള്ള ആംഗിൾ എത്രയായിരിക്കും പറയുന്നത്? 180 ഡിഗ്രി ആയിരിക്കും പറയുന്നത്. അപ്പൊ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ വരിക? 110 ഡിഗ്രി ആയിരിക്കും വരിക. ഈ ആംഗിള് 110 ഡിഗ്രി ആയിരിക്കും വരിക. ഇത് 110 ആണെങ്കിൽ ഇത് 35 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും മക്കളെ വരിക? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം തന്നെ ഞാൻ 110നെയും 35നെയും കൂടി ആഡ് ചെയ്യാൻ പാടാം. 110 35 കൂടി കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 145 വരും. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്ന മൈനസ് ചെയ്യാൻ പോവാടാ? 180. കാരണം ഒരു ട്രയാങ്കിളിനുള്ള മൊത്തം ആംഗിൾ സം എത്രയാ? 180 അല്ലേ വരിക. 180 145 ഞാൻ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 35 പോകുമ്പോ 5, 4 പോകുമ്പോ 3, 35 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണെന്ന് കൊണ്ട് കിട്ടിയടാ മക്കളെ? എനിക്ക് 35 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് 35ഉം ഇത് 35ഉം ആണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ട്രയാങ്കിൾ എന്നാണ് പറയാ? ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്നാ പറയാ. അപ്പൊ ഇത് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് സൈഡുകളുടെയും ലെങ്ത് എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് 10 മീറ്റർ ആണെങ്കിൽ ഈ ഒരു ലെങ്ത്തും ഈ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെങ്കിൽ ഈ 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എന്ത് തന്നെ വരണം മക്കളെ? 10 മീറ്റർ തന്നെ വരണം. ഇനിയല്ലേ വരേണ്ടത്? ഇനി ഇതാ നോക്കിയടാ മക്കളെ, ഞാനിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, എനിക്കിതാ BCD എന്ന് പറയണ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളില് BCD എന്ന് പറയണ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇതാ നോക്കിയാൽ BCD എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതാണ് മക്കളെ നമ്മുടെ 90 ഡിഗ്രി എന്ന് പറയുന്നത്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന സൈഡിനെ നമ്മൾ എന്തെന്നാണ് പറയുക? ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എന്തെന്ന് പറയണ മക്കളെ? കർണം എന്നാണ് പറയുക. ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എന്താണ് മക്കളെ പറയാ? കർണം എന്നാണ് പറയാ. ഇനി എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാടാ മക്കളെ? ഈ ഒരു ആംഗിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 70 ഡിഗ്രി എന്ന് പറയണ ഈ ഒരു ആംഗിൾ ആണ് എനിക്ക് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ട വശം എന്ന് പറയുന്നത് ഈ 70 ഡിഗ്രിയുടെ എതിരെ കിടക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടാണ് മക്കളെ? ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എതിർവശം എന്നാണ് പറയാ. ഓപ്പോസിറ്റ് അല്ലെങ്കിൽ എന്താണ് മക്കളെ പറയാ? എതിർവശം എന്നാണ് പറയാ. അപ്പൊ ഞാൻ നോക്കിയേ, എനിക്ക് തന്നിട്ടുള്ള ആംഗിൾ ഇതാണ്. തന്നിട്ടുള്ള സൈഡ് ഏതാണ് മക്കളെ? 10 മീറ്റർ. ഇത് 10 മീറ്റർ ആണെന്ന് ഓൾറെഡി ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ഹൈപ്പോട്ന്യൂസ് തന്നിട്ടുണ്ട്, എനിക്കറിയാം. ഇനി കണ്ടുപിടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ ഈ ഓപ്പോസിറ്റും ഹൈപ്പോട്ന്യൂസും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാരാണ് മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, സൈൻ ആണ് എന്നുള്ള അറിയാലോ. അപ്പൊ ഞാൻ നോക്കി ഞാനിവിടെ ഇങ്ങനെ എഴുതാൻ പോവാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സൈൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? എതിർവശം ഡിവൈഡഡ് ബൈ കർണം. ഇങ്ങനെയല്ലേ എഴുതാറ് നമ്മള്, അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ അറിയാം സൈൻ എക്സിന് പകരം ഇവിടുത്തെ ആംഗിൾ എത്രയാണ് മക്കളെ വരുന്നത്? ഇവിടെ ആംഗിൾ എത്രയാണ് വരുന്നത്? എക്സിന് പകരം ഇവിടെ എടുക്കുന്ന ആംഗിൾ ഏതാ? 70 ഡിഗ്രി അല്ലേ വരുന്നത്. അപ്പൊ സൈൻ 70 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ് മക്കളെ വരുന്നത്? CD ആണ് വരുന്നത്. CD ഡിവൈഡഡ് ബൈ
എന്തിനു കൊണ്ട് എഴുതാടാ മക്കളെ എനിക്ക് ഹൈപ്പോട്ന്യൂസ് കർണത്തിന് പകരം എന്തിനു കണ്ടു കൊടുക്കാടാ മക്കളെ ബി ഡി എന്നും പറഞ്ഞു കൊടുക്കാം. അപ്പൊ സി ഡി ബൈ ബി ഡി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്തൂടെ. ഇതാ നോക്കിയടാ മക്കളെ സൈൻ 70യുടെ വാല്യൂ എത്രയാ വരുന്നത്? സൈൻ 70യുടെ വാല്യൂ എത്രയാ വരുന്നത്? 0.9397. അപ്പൊ സൈൻ 70ക്ക് പകരം എന്തുകൊണ്ട് കൊടുത്തുകൂടാ മക്കളെ? 0.9397 ഈസ് ഈക്വൽ ടു സി ഡിക്ക് പകരം എനിക്ക് എന്ത് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റൂടാ? സി ഡിക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുമോ? സി ഡി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സി ഡിക്ക് പകരം ഞാൻ സി ഡി തന്നെ കൊടുക്കാണ്. ബി ഡിക്ക് പകരം ദാ ഇവിടെ ബി ഡി എന്ന് പറയുന്ന ലെങ്ത് ഓൾറെഡി എന്താണെന്ന് അറിയാടാ എനിക്ക് 10 മീറ്റർ ആണെന്ന് അറിഞ്ഞൂടെ. അപ്പൊ ബി ഡിക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ മക്കളെ? 10 എന്ന് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോ സി ഡി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് കൊണ്ടിട്ടുകൂടാ മക്കളെ? സി ഡി ഈസ് ഈക്വൽ ടു എന്ത് കൊണ്ടിട്ട് എനിക്ക് 0.9397 ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഡിവൈഡഡ് ബൈ 10 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ? ഇൻറ്റു 10 ആയിട്ട് മാറും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണോ മക്കളെ വരിക? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? പോയിന്റ് ഒരു സൈഡ് റൈറ്റിലോട്ട് നീങ്ങുന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 9.9397 മീറ്റർ ആണ് ആ മക്കളെ എന്തെന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന്റെ കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക മക്കളെ? 9.397 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ബി ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബി ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ 2 buildings stand 15 meter apart on a flat terrain. A person standing on top of less tall building sees the foot of the taller building at an angle of depression 30 degree and the top at an elevation of 70 degree. അതായത് നിരപ്പായ പ്രദേശത്തെ രണ്ട് കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം 15 മീറ്റർ ആണ്. ചെറിയ കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന ഒരാൾ വലിയ കെട്ടിടത്തിന്റെ ചുവട് 30 ഡിഗ്രി കീഴ്ക്കോണിലും മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന വസ്തുതകളെ അടിസ്ഥാനമാക്കി ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. ഡ്രോ എ റഫ് സ്കെച്ച് ഷോയിങ് ദീസ് ഡീറ്റെയിൽസ്. ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഞാൻ നോക്കിയേ ഈ പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ചിത്രം വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കിക്കൂടെ? എങ്ങനെയാണോ മക്കളെ നമ്മൾ എങ്ങനെ ചിത്രം വരയ്ക്കുക? അപ്പോ നമ്മളോട് നിരപ്പായ പ്രദേശത്തെ രണ്ട് കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലമാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോക്കി ഇവിടെ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയാ നിരപ്പായ പ്രദേശം എന്ന് വിചാരിക്കും. ഇതാണ് നിരപ്പായ പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ കെട്ടിടമുണ്ട്, അതുപോലെ തന്നെ നോക്കിയാടാ മക്കളെ ഒരു വലിയ കെട്ടിടമുണ്ട് വിചാരിക്കുക. ഒരു ചെറിയ കെട്ടിടമുണ്ട്, വലിയ കെട്ടിടമുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നിട്ട് ഈ ചെറിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നിട്ട് ഈ കുട്ടി നേരെ നോക്കുകയാണെങ്കിൽ നോക്കിയാടാ മക്കളെ ഈ ഒരു ആംഗിളിലല്ലടാ അവൻ നേരെ നോക്കുക. നേരെ നോക്കുകയാണെങ്കിൽ അവൻ ഇങ്ങനെയാ നോക്കണ്ടേ. അവൻ ഇതിന് പകരം എന്തെന്നാ പറയാ? ഈ പറഞ്ഞ സാധനത്തിന്റെ അടിഭാഗം, ഈ പറഞ്ഞ വലിയ കെട്ടിടത്തിന്റെ അടിഭാഗം എന്ന് പറയുമ്പോൾ ഇതുപോലെയല്ലേ വരിക. ഇത് കാണുന്നത് എത്ര ഡിഗ്രി ആംഗിളിലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 30 ഡിഗ്രി കീഴ്ക്കോണിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ താഴേക്കാണ് നോക്കുന്നത്. അപ്പൊ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? 30 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി ഇതുപോലെ തന്നെ ഇവൻ ഈ പറഞ്ഞ ബിൽഡിങ്ങിന്റെ ടോപ്പ് എൻഡ് എങ്ങനെയാണ് കാണുന്നത്? 40 ഡിഗ്രി മേൽക്കോണിൽ, അല്ലെങ്കിൽ എന്താ പറയാ ആംഗിൾ ഓഫ് എലവേഷനിലാണ് പറഞ്ഞു. അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ട് കിട്ടിയടാ മക്കളെ? എനിക്ക് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി നോക്കിയേ ഈ രണ്ട് കെട്ടിടങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാ മക്കളെ? 15 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് 15 മീറ്റർ ആണെങ്കിൽ ഈ പറയുന്ന ലെങ്ത് എന്തായിരിക്കും മക്കളെ വരിക? 15 മീറ്റർ ആയിരിക്കും വരിക അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിയടാ ഇങ്ങനെയാണ് ഒരു റഫ് ഫിഗർ വരയ്ക്കുക എന്ന് പറയുന്നത്. ഞാനിവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എങ്ങനെയാണ് ഏകദേശം നമ്മുടെ ഈ ഒരു ഫിഗർ എങ്ങനെയാണ് വരിക അല്ലേ? അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വലിയ ചിത്രത്തിൽ ഇവിടെ നോക്കിയൊക്കെ ഈ പറഞ്ഞ ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഇത് 30 ഡിഗ്രിയും ഇത് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് മാർക്ക് ചെയ്യാൻ പോണ മക്കളെ? 30 ഡിഗ്രി ആണ്. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണ്. ഈ ഒരു ആംഗിൾ എത്രയാണ് മക്കളെ? 40 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാണ്. ഇത് 15 മീറ്റർ ആണെങ്കിൽ ഈ പറയുന്ന ലെങ്ത് എന്താണെന്ന് മനസ്സിലായിടാ മക്കളെ? എനിക്ക് 15 മീറ്റർ ആണെന്ന് മനസ്സിലായി. ഈ പറയുന്ന ലെങ്ത് എന്തായിരിക്കും വരിക? 15 മീറ്റർ ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നോക്കിയേ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നോക്കിയൊക്കെ ഞാനിവിടെ പേര് കൊടുക്കാൻ പോവാണ്. ഈ പറഞ്ഞ പേര് കൊടുക്കാൻ പോവാണ്. ഇവിടെ ഇങ്ങനെ പേര് കൊടുക്കുകയാണെങ്കിൽ ഇതിനെ എ എന്നും ഇതിനെ ബി എന്നും ഇവിടെ സി ഇവിടെ ഡി ഇവിടെ എന്ത് കൊണ്ട് കൊടുക്കാൻ പോകണം മക്കളെ? ഇ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കാൻ പോവാണ്. ABCD E എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പേര് കൊടുക്കാൻ പോവാണ്. എനിക്ക് ഇവിടെ AB-യുടെ ലെങ്ത്തും DC-യുടെ ലെങ്ത്തും അല്ലെങ്കിൽ CD-യുടെ ലെങ്ത് എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കും. കാരണം ഈ ഒരു ലെങ്ത്തും ഈ ഒരു ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണോ വരിക മക്കളെ? 90 ഡിഗ്രിയാണ് വരിക. ഇത് 90 ഡിഗ്രിയാണ് വരിക.
എനിക്കിതാ ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു സൈഡിന് നമ്മൾ എന്തെന്നാണ് പറയാ, ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എന്താണ് പറയാ മക്കളെ, കർണം എന്നാണ് പറയാ. ഇനി ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ ഇതാ നോക്കിയടാ, എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, ഈ എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് സൈഡാണ് മക്കളെ വരിക, ഇത് എന്ത് സൈഡാ വരിക, ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ ഇതിന് എന്ത് പറയണ മക്കളെ, എനിക്ക് എതിർവശം എന്ന് പറയാം. ഈ എ ഡി എന്ന് പറയുന്ന വശം എന്തായിട്ടായിരിക്കും വരിക, ഈ ഒരു വശം എന്തായിട്ടായിരിക്കും വരിക മക്കളെ, 30 ഡിഗ്രീനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് എതിർവശമാണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ വരിക, അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ എന്തെന്ന് പറയാടാ മക്കളെ, എനിക്ക് ഇതിനെ സമീപവശം എന്ന് പറയാം ഇല്ലേ. അപ്പൊ അതാ നോക്കിയേ, എനിക്ക് ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ ഇതാണ്, കണ്ടുപിടിക്കേണ്ട വശം ഓപ്പോസിറ്റ് സൈഡാണ്, തന്നിട്ടുള്ള വശം അഡ്ജസന്റ് സൈഡാണ്. അപ്പൊ ഈ ഓപ്പോസിറ്റും അഡ്ജസന്റും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാരാടാ മക്കളെ, ടാൻ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എതിർവശവും സമീപവശവും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാരാ, ടാൻ ആണെന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പൊ അതാ ഞാനിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ടാൻ വെച്ചിട്ട് ചെയ്യാൻ പോകല്ലേ. അപ്പൊ എനിക്കറിയാം tan x ഈസ് ഈക്വൽ ടു എന്ന് എഴുതാടാ മക്കളെ, എനിക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് tan x എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, എതിർവശം ബൈ സമീപവശം എന്ന് പറയുന്നതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ tan x എന്ന് പറയുന്നത്. ഇവിടെ tan x പകരം എന്തുകൊണ്ട് കൊടുക്കണം മക്കളെ, എനിക്ക് tan x പകരം എന്തുകൊണ്ട് കൊടുക്കാം, 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റിന് പകരം എന്തുകൊണ്ട് കൊടുക്കണം മക്കളെ, എനിക്ക് സി ഡി ഡിവൈഡഡ് ബൈ എ ഡി എന്ന് കൊണ്ട് കൊടുക്കാം. സി ഡി ഡിവൈഡഡ് ബൈ എ ഡി എന്ന് കൊണ്ട് കൊടുക്കാം. ഓൾറെഡി tan 30 വാല്യൂ എത്രയാണെന്ന് അറിയാടാ മക്കളെ, 0.5774 ആണെന്ന് അറിയാം. അപ്പൊ tan 30 പകരം എന്തുകൊണ്ട് കൊടുത്തുകൂടാ, 0.5774 ഈസ് ഈക്വൽ ടു സി ഡി എത്രയാണെന്ന് അറിയില്ല, സി ഡി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സി ഡിന് അതുപോലെ തന്നെ ഞാൻ ഇടാണ്, ഡിവൈഡഡ് ബൈ എ ഡിക്ക് പകരം എനിക്ക് എന്തുകൊണ്ട് കൊടുക്കാം മക്കളെ, 15 സെന്റിമീറ്റർ കൊണ്ട് കൊടുക്കാം. എ ഡിക്ക് പകരം എന്തുകൊണ്ട് കൊടുക്കാം, 15 സെന്റിമീറ്റർ കൊണ്ട് കൊടുക്കാം. എനിക്ക് ഇതിൽ നിന്ന് സി ഡി മാത്രമല്ലേ കണ്ടുപിടിക്കണ്ടോ. അപ്പൊ സി ഡി ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക, 0.5774 ഇൻറ്റു 15 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് ഈ ഡിവൈഡഡ് ബൈ 15 എപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറൂട, ഇൻറ്റു മൾട്ടിപ്പിൾ 50 ആയിട്ട് മാറും. അപ്പൊ അതാ ഇതിനെ ഇനി ചെയ്തൂടെ, ആൻസർ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക, ഞാനിവിടെ കാൽക്കുലേറ്ററിൽ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക, 0.5774 ഇൻറ്റു 15 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക, 8.661 ആണ് വരിക, 8.661 ആണ് വരിക. അപ്പൊ സി ഡിയുടെ ലെങ്ത് എന്താണെന്ന് എഴുതിയിടാം മക്കളെ, എനിക്ക് 8.661 മീറ്റർ ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ സി ഡി എന്ന് പറയുന്ന ആ ഒരു ലെങ്ത്. അതായത് സി ഡി എന്ന് പറയുന്ന ലെങ്ത്തിന് പകരം എനിക്കിത് എന്തെന്ന് പറയാടാ, ഈ പറഞ്ഞ ചെറിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആയിട്ട് ഇത് അടയാളപ്പെടുത്താണ് നല്ലത്. 8.661 മീറ്റർ ആണ് മക്കളെ എന്തെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ചെറിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി എനിക്ക് വലിയ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇ ഡി എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തും കൂടി കണ്ടുപിടിക്കണം. ഇ ഡി എന്ന് പറയുന്ന ലെങ്ത് കണ്ടുപിടിക്കാൻ ഞാൻ നോക്കിയടാ മക്കളെ, എനിക്ക് എ ഇ ഡി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ എടുത്തൂടെ. എ ഇ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളില് ഈ ഒരു ആംഗിൾ എത്രയാണോ മക്കളെ വരിക, 90 ഡിഗ്രി അല്ലേ വരിക. ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി അല്ലേ വരിക. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നോക്കിയടാ, ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഈ സൈഡിനെ എ ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ വരുമ്പോൾ ഇതെന്തായിരിക്കും മക്കളെ വരിക, ഇതെന്തായിരിക്കും വരിക, ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ എന്തായിരിക്കും വരിക, കർണമായിരിക്കും വരിക. കാരണം ഈ ഒരു സൈഡ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് എടുക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ആംഗിൾ 40 ആണ്. ഈ ഇ ഡി എന്ന് പറയുന്ന സൈഡ് എന്താണ് മക്കളെ വരുന്നത്, ഇത് എതിർവശം അല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്നാണ് പറയുക. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മുടെ എ ഡി എപ്പോഴും എന്ത് ആയിട്ടാണ് മക്കളെ എടുക്കുന്നത്, സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് കണ്ടുപിടിക്കേണ്ട സൈഡ് ഏതാണ്, ഇ ഡി ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇ ഡി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക, എതിർവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ വരുന്നത്. ഇനി കണ്ടുപിടിക്കേണ്ട, അതായത് തന്നിട്ടുള്ള സൈഡ് ഏതാണ്, സമീപവശമാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാരാ, ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിൽ റിലേഷനിൽ വരുന്ന ആളാരാ, ടാൻ തന്നെയാണ്. അപ്പൊ ഇവിടെയും എനിക്ക് ഉപയോഗിക്കേണ്ടത് ഏതാണ് റിലേഷൻ എന്ന് പറയുന്നത്, ടാൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇവിടെ എന്തുകൊണ്ട് എഴുതാടാ, ടാൻ എക്സ് ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലെങ്കിൽ എതിർവശം ബൈ സമീപവശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് മക്കളെ വരിക, 40 അല്ലേ വരുന്നത്. അപ്പൊ അതാ ഞാനിവിടെ ഇങ്ങനെ എഴുതാൻ പോവാണ്, tan 40 ഈസ് ഈക്വൽ ടു എതിർവശത്തിന് പകരം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിന് പകരം എന്തുകൊണ്ട് കൊടുക്കണം മക്കളെ, എനിക്ക് ഇ ഡി ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് കൊടുക്കാടാ, എ ഡി സമീപവശം അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്, എ ഡി ആണ് വരുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ എന്തുകൊണ്ട് കൊടുക്കണം മക്കളെ, എനിക്ക് എ ഡി എന്ന് കൊണ്ട് കൊടുക്കാം. ഇനി ഇതാ നോക്കിയേ, tan 40യുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം. tan 40യുടെ വാല്യൂ എത്രയാണത്, 0.8391 ആണ്. tan 40യുടെ വാല്യൂ 0.8391 ആണ്. അപ്പൊ tan 40ക്ക് പകരം ഞാനിവിടെ വാല്യൂ കൊടുത്തു 0.8391
ഈസ് ഈക്വൽ ടു ED എനിക്ക് കണ്ടുപിടിക്കേണ്ട സൈഡാണ്, ED അറിയില്ല, അപ്പൊ ED ക്ക് പകരം ED തന്നെ കൊടുക്കാണ്. AD ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാണ് മക്കളെ 15 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് എന്താണ് മക്കളെ ഇനി കണ്ടുപിടിക്കേണ്ടത്? ED അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ED ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? ED ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ED ഈസ് ഈക്വൽ ടു 0.8391 into 15. അതായത് ഈ ഡിവൈഡഡ് ബൈ 15 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറൂടാ? into 15 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റൂടാ മക്കളെ? ഞാനിവിടെ ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്തുകൂടാ? എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയൊക്കെ 0.8391 0.8391 into 15 is equal to 12.5865 ആണ് വരിക മക്കളെ. എത്രയാണ് വരിക? 12.5865. ഇതാണ് മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? ED എന്ന് പറയണ ആ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ED എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് 12.5865 ആണെന്ന് കിട്ടി. അപ്പൊ എനിക്കിവിടെ ഈ വലിയ കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? വലിയ കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറയുമ്പോൾ എന്താ വരിക? ഈ CE എന്ന് പറയുന്ന ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. CE എന്ന് പറയുന്ന ലെങ്ത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ലെങ്ത്തുകൾ തമ്മിൽ കൂട്ടിയതാടാ? CD എന്ന് പറയുന്ന ലെങ്ത്തും ED എന്ന് പറയുന്ന ലെങ്ത് അല്ലേ? CD ഓൾറെഡി എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, 8.661 മീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതാ നോക്കി എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? വലിയ ടോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് CE എന്ന് പറയുന്ന ലെങ്ത് ആണ് വരുന്നത്. CE is equal to എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം മക്കളെ? എനിക്ക് CD പ്ലസ് DE എന്ന് പറഞ്ഞിട്ട് എഴുതാം. CD പ്ലസ് DE എന്ന് പറഞ്ഞിട്ട് എഴുതാം. CD ഓൾറെഡി എന്തെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ? 8.661 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 8.661 പ്ലസ് ED എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ? 12.5865 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? ഈ പറഞ്ഞ ആൻസറിന്റെ കൂടെ 8.661 ആഡ് ചെയ്യുമ്പോൾ 8.661 ആഡ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കൊണ്ട് വരൂടാ മക്കളെ? 21.2475 മീറ്റർ ആടാ മക്കളെ എന്തെന്ന് പറയണത്? 2475 മീറ്റർ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു ടോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാടാ മക്കളെ ഇതിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്മളെ എന്താ പറയാ, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യനിലെ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാടാ മക്കളെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ സെക്ഷൻ ഇയില് ആദ്യത്തെ പാർട്ടിൽ ചെയ്യുന്നത്. 20 മുതൽ 24ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള 24th ക്വസ്റ്റ്യൻ വരെയുള്ളതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഇത് ചെയ്തു പഠിക്കുക. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം എന്താ പറയുക അടുത്ത വീഡിയോ കാണുക. നന്ദി, നമസ്കാരം.